This is Saiha Info with an exciting internship opportunity for you, and the opportunity is provided by CSIR CSMCRI. So CSIR CSMCRI അഥവാ സെൻട്രൽ സോൾട്ട് ആൻഡ് മറൈൻ കെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചില റിക്രൂട്ട്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും നമ്മൾ മുൻപ് ചെയ്ത വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അറ്റ് ദ സെയിം ടൈം ദേ ആർ പ്രൊവൈഡിങ് സം ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഓൾസോ അണ്ടർ ടു ഡിഫറെൻറ്റ് പ്രോജക്ട്സ്. സോ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിനുവേണ്ടി നമ്മൾ CSIR CSMCRIൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകുന്നു. വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹോം പേജിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസിൽ ഓപ്പർച്യൂണിറ്റീസ് ഓപ്ഷൻസ് കാണാം. ഓപ്പർച്യൂണിറ്റീസിൽ ജോബ് പൊസിഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ടെമ്പററി ആൻഡ് പെർമനൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കാണാം. ഈ ടെമ്പററി ആൻഡ് പെർമനൻറ്റ് ഓപ്പർച്യൂണിറ്റീസിൽ നമുക്ക് ടെമ്പററി ഓപ്പർച്യൂണിറ്റീസിൽ പോയി കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടു ടൈപ്പ് ഓഫ് ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്, സ്റ്റുഡൻറ്റ് ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ പ്രൊവൈഡ് ചെയ്തതായിട്ട് കാണാം. സോ അതിൽ ഫസ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യാം. സോ ഇതിലും നമ്മൾ മുൻപേ ഇവരുടെ റിക്രൂട്ട്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞതുപോലെ തന്നെ ഓൺലൈനായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ദിസ് ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി ഈസ് പെയ്ഡ് ഓപ്പർച്യൂണിറ്റി. 5,000 പെർ മന്ത് സ്റ്റൈപ്പൻഡ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവരുടെ സെലക്ഷൻ പ്രൊസീജിയർ കഴിഞ്ഞത് അവർ ഓൺലൈൻ ഒരു ഇൻ്റർവ്യൂ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പ്രോജക്റ്റ് ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റിയിൽ ഒരു വേക്കൻസിയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുന്നത് ഡോക്ടർ ജോയി മിത്രയാണ്. CSIR CSMCRIയിലെ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ആണ് ആൾ. സോ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് അവർ ചോദിക്കുന്നത് MSc കെമിസ്ട്രിയാണ്. അത് ഫസ്റ്റ് ഇയർ MSc പെർസ്യൂയിങ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിലും സെക്കൻഡ് ഇയർ പെർസ്യൂയിങ് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഓക്കെയാണ്. ഈവൻ MSc പാസ് ഔട്ട് ചെയ്ത് വിത്തിൻ 6 മന്തിലൊക്കെ നിൽക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇത് ഓക്കെയാണ്. ദെൻ സ്റ്റൈപ്പൻറ്റിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. 5,000 ആണ് സ്റ്റൈപ്പൻ്റായിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാക്സിമം ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുള്ളത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ്റെ സമയത്ത് 25 വയസ്സ് എക്സീഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. സോ ഡ്യൂറേഷൻ ഓഫ് ദി പ്രോജക്റ്റ് ഞാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു 2 ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇത് ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിൽ ഒരു 2 മന്ത് ഇൻറ്റേൺഷിപ്പാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഇവരിലെ ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഫങ്ഷണലൈസ്ഡ് എസ് ഹെപ്റ്റസൈൻ കണ്ടെയ്നിങ് മെറ്റീരിയൽസ് ആൻഡ് ദെയർ അപ്ലിക്കേഷൻസ് ഇൻ CO2 യൂട്ടിലൈസേഷൻ. ഈ ഒരു ടൈറ്റിലുള്ള പ്രോജക്റ്റിലായിരിക്കും ഈ ഫസ്റ്റ് ഇൻറ്റേൺ വർക്ക് ചെയ്യുന്നുണ്ടാവുക. സോ ഇതൊരു 2 മന്ത് ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റിയാണ്. പ്രോജക്റ്റിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഫങ്ഷണലൈസ്ഡ് എസ് ഹെപ്റ്റസൈൻ കണ്ടെയ്നിങ് മെറ്റീരിയൽസ് ആൻഡ് ദെയർ അപ്ലിക്കേഷൻ ഇൻ CO2 യൂട്ടിലൈസേഷൻ. സോ ഈ ഒരു ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യാൻ ഡിസേബിൾ ആയിട്ടുള്ള ആളാണ് നിങ്ങൾ എന്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഓപ്പർച്യൂണിറ്റി ക്യാപ്ചർ ചെയ്യണം, അപ്ലൈ ചെയ്യണം. സോ അപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഇവരിവിടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു പർട്ടിക്കുലർ അപ്ലിക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അപ്ലിക്കേഷൻ ഫോം കിട്ടും. ഈ ഒരു അപ്ലിക്കേഷൻ ഫോമിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അറ്റാച്ച് ചെയ്യണം. ഓൺലൈനായിട്ട് തന്നെ ടൈപ്പ് ചെയ്തിട്ടാണ് ഈ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സ്കൈപ്പ് ID കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊരു ഓൺലൈൻ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, ഏതെങ്കിലും പബ്ലിക്കേഷൻസ് ഉണ്ടോ, അതുപോലെ തന്നെ നെറ്റ് ഗേറ്റ് തുടങ്ങിയ നാഷണൽ ലെവൽ എക്സാമിനേഷൻസ് ഏതെങ്കിലും പാസ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. സോ ഈ ഒരു സിംഗിൾ പേജ് അപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഫില്ല് ചെയ്യുക. ആ ഫോമിൻ്റെ കൂടെ നിങ്ങൾ കുറച്ച് ഡോക്യുമെൻറ്റ്സ് കൂടിയും കൊടുക്കാനുണ്ട്. സോ ഫുൾ നെയിം ആൻഡ് പോസ്റ്റൽ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾ അതിൽ കൊടുക്കുന്നുള്ളതുകൊണ്ട് അതൊക്കെ. മെയിൽ ID ഫോൺ നമ്പർ അതും അവിടെ ഉണ്ടാവും. ദെൻ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ് ഹാജരാക്കണം. ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇതിനൊപ്പം അറ്റാച്ച് ചെയ്യണം. അതുപോലെ തന്നെ അപ്ലിക്കബിൾ ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, അതുപോലെ തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഏതെങ്കിലും എക്സാംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പ്രൂവിങ് സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ അറ്റാച്ച് ചെയ്യണം. എലോങ് വിത്ത് ദിസ് അപ്ലിക്കേഷൻ എല്ലാം കൂടി ഒരു ഒറ്റ PDF ആയിട്ട് joyi.mitra@csmcri.res.in എന്ന് പറയുന്ന ഈ ഒരു മെയിൽ ഹൈപ്പർ ലിങ്ക് ആയിട്ട് കൊടുത്തുള്ള ഈ ഒരു മെയിലിലോട്ടാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ 28 ഏപ്രിൽ 2025 ആണ്. സോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് ഈ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. ഇതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രണ്ടാമതൊരു ഓപ്പർച്യൂണിറ്റി കൂടിയുണ്ട്. സോ അതിൽ 2 ഇൻറ്റേൺസിനെയാണ് അവർ സെലക്ട് ചെയ്യുന്നത്. സോ പ്രീവിയസ് ഇൻറ്റേൺഷിപ്പും ഈ ഇൻറ്റേൺഷിപ്പും തമ്മിൽ എല്ലാ പ്രൊസീജിയറും കാര്യങ്ങളും സെയിം ആണെന്നുണ്ടെങ്കിലും 2-3 ചെറിയ ഡിഫറൻസ് മാത്രമാണുള്ളത്. ഒന്ന് പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ഡിഫറെൻ്റ് ആണ്. ഇവിടെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുന്നത് ഡോക്ടർ സന്താനു കരൺ PR ആണ്. അതുപോലെ CSIR CSMCRIയിലെ
പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റാണ്, അതുപോലെ തന്നെ അസോസിയേറ്റ് പ്രൊഫസറുമാണ്. ദെൻ ആളും എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് MSc കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് ആണ്. സോ അവിടെ MSc കെമിസ്ട്രി മാത്രമായിരുന്നു, ഇവിടെ MSc ഫിസിക്സ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിലും ഓക്കെയാണ്. ദെൻ സ്റ്റൈപ്പൻഡ് അതുപോലെ തന്നെ ഏജ് ലിമിറ്റേഷൻ എല്ലാം സെയിം ആണ്. ബട്ട് ഡ്യൂറേഷൻ ഓഫ് ദ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഈ ഓപ്പർച്യൂണിറ്റിയിൽ 1 മന്തേ ഉള്ളൂ. പ്രീവിയസ്ലി നമുക്ക് മറ്റേ ഓപ്പർച്യൂണിറ്റിയിൽ 2 മന്ത് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, ഇത് 1 മന്ത് ഓപ്പർച്യൂണിറ്റിയാണ്. ആൻഡ് ഒബ്വിയസ്ലി ദ പ്രോജക്റ്റ് വിൽ ബി ഡിഫറെൻറ്റ്. ഇവിടെ പ്രോജക്റ്റ് ടൈറ്റിൽ എന്ന് പറയുന്നത് പോറസ് പോളിമർ നാനോഫിലിം കോമ്പോസിറ്റ് മെംബ്രെയിൻസ് എ വേ ഫോർവേഡ് ഫോർ റിയലൈസിങ് ദ എഫിഷ്യൻറ്റ് മോളിക്കുലർ ലെവൽ ഡിസ്ക്രിമിനേഷൻ. ഇതാണ് ഈ ഒരു പ്രോജക്റ്റിൻ്റെ ടൈറ്റിൽ. സോ നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. ദെൻ അപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് സെയിം ആണ്. അപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള അപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഓൺലൈനായിട്ട് ടൈപ്പ് ചെയ്യുക. അതിൻ്റെ ഒപ്പം ആവശ്യപ്പെട്ടിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ലൈക്ക് ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ദെൻ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസസ്, ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം കൂടി ഒരു സിംഗിൾ PDF ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഈ ഒരു പെർട്ടിക്കുലർ മെയിലിലോട്ട്, അതായത് santhanuk@csmcri.res.in എന്ന് പറയുന്ന മെയിലിലോട്ടാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു അപ്ലിക്കേഷനിൽ May 2, 2025 ആണ്. സോ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. ആൻഡ് ഓർക്കണം, ഫസ്റ്റ് ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് 2 മന്താണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് April 28. ഈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് 1 മന്ത് ഓപ്പർച്യൂണിറ്റിയാണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് May 2 ആണ്. സോ നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഓൺ ഗോയിങ് പെർസ്യൂയിങ് MSc കെമിസ്ട്രി സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനൊക്കെ വീഡിയോസ് ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ഒരു വീഡിയോൻ്റെ ഇത്രയും ഭാഗം വരെ നിങ്ങളിത് വാച്ച് ചെയ്ത് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഐ അപ്രിഷിയേറ്റ് യുവർ എഫേർട്ട് ആൻഡ് ഐ വിഷ് യു എ ബ്രൈറ്റ് ഫ്യൂച്ചർ ഫോർ യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.